നമ്മുടെ ബ്ലാക്ക് സോൾജർ ഫ്ലൈൻ്റെ പുഴുക്കളെ ഇവർ കഴിക്കുന്നുണ്ട്, നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ പോത്തുകൂടിൻ്റെ മൂക്കേറ് അയച്ച് കളഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി. അപ്പോൾ ഇവിടെ ബ്ലാക്ക് സോൾജർ ഫ്ലൈൻ്റെ പുഴുക്കൾ കേട്ടോ കഴുകി എടുക്കുകയാണ്. തുറന്നു കഴിഞ്ഞപ്പോൾ പാട് വരുന്ന ആയിട്ടില്ലടാ പോരില്ല. അപ്പോൾ നമ്മൾ ഫുഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓരോന്നോരോന്നായിട്ട് വന്നിട്ട് അങ്ങനെ കഴിക്കും, അല്ലെങ്കിൽ ഒന്നിച്ച് കഴിക്കും. റൗണ്ട് കഴിഞ്ഞിട്ട് പതുക്കെ കുറേ പേര് ചോദിച്ചിരുന്നു അന്ന് അട വെച്ച കോഴി എന്തായിരുന്നു കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. വിരിഞ്ഞിട്ടുണ്ട്, എത്ര കുട്ടികളുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഏകദേശം നമ്മളെ അവിടെ വെച്ചിരിക്കുന്നത് അതിനൊരു ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് കൊത്ത് കിട്ടുന്ന അറിയില്ല കേട്ടോ. നോയൊക്കെ വാ. ഇത് പിടിപ്പിടി അപ്പോഴേ നമ്മൾ കുറേ ചോദിച്ചിട്ടുണ്ട് എന്തായി എന്നുള്ളത്. അപ്പോൾ എത്ര ഉണ്ടാകുമ്പോൾ 5 എണ്ണോ 6 ഉണ്ട്. അപ്പോൾ കറുത്ത കുട്ടി കറുത്താണ്. ഇപ്പൊ ഏതാ കറുത്ത കുട്ടി? മുട്ടല് അതാണത്. അപ്പോ 7 കുട്ടികൾ കേട്ടോ. 11 മുട്ട വെച്ചാല് ഇപ്പോ 7 വിരിഞ്ഞിട്ടുണ്ട്. 1 പിന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. 2 കറുത്ത കുട്ടികളുണ്ട് കേട്ടോ. പക്ഷെ നമ്മള് 2-3 മുട്ട പുറത്തുനിന്ന് വാങ്ങിച്ചിരുന്നു. അപ്പൊ അതിൻ്റെതാവട്ടോ. ഇവിടെ കറുത്ത ചങ്ങന്മാരൊന്നും ഇല്ല നമുക്ക്. നമ്മൾ ആവശ്യം ഇവിടുന്ന് ഈ കറുത്ത ചങ്ങന്മാരില്ലാതെ കറുത്ത മുട്ട വരുന്നത് കേട്ടോ. അപ്പോൾ 2 കറുത്ത കുട്ടികളുണ്ട് കേട്ടോ. അടിപൊളി ഇവളിഞ്ഞിപ്പോ അടയിരിക്കണോളാ കേട്ടോ. ഇവളിപ്പോ അട ഇരുന്നോണ്ടിരിക്കുകയാണ്. ഇവളത് മുട്ട ഉണ്ട് അവിടെ. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം കേട്ടോ ഇനി എന്താവും എന്നുള്ളത്. അപ്പോൾ 2 ആൾക്കാരെ കയ്യിലെടുത്തേക്കാം കേട്ടോ. എങ്ങനെയുണ്ട്? അതിലപ്പിട്ട്. അപ്പൊ എല്ലാവർക്കും കേട്ടോ. അപ്പൊ എല്ലാവരും കുറെ പേര് ചോദിച്ചു എന്തായി മുട്ടായി കേട്ടോ. അപ്പൊ അന്നും പറയാൻ പറ്റിയില്ല. പിന്നെ 21 ദിവസം ആവാതെ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. വെച്ചു കൊടുക്കട്ടോ എനിക്ക് കോഴിക്ക്. അപ്പോൾ നമ്മളെ കോഴിക്കുട്ടികൾ വിരിഞ്ഞിട്ട് ഇപ്പോൾ 4 ദിവസം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് കോഴിക്കുട്ടികളെ തള്ളയ്ക്ക്, അതായത് അമ്മ കോഴിക്ക് എന്ത് ചെയ്യാം, കുറച്ച് BS ലാർവ ഉണ്ടല്ലോ, അതിൻ്റെ പുഴുക്കളെ പിടിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ കുട്ടികൾ തിന്നാനായിട്ടില്ല, തള്ളയ്ക്ക്. അപ്പോൾ ഇതിലേക്കാണ് നമ്മുടെ ബ്ലാക്ക് സോൾജർ ഫ്ലൈൻ്റെ പുഴുക്കളുള്ളത്. അപ്പോൾ ഇതൊന്നെടുത്ത് നമുക്കിനി കൊടുക്കാം കേട്ടോ. ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് പണിയുണ്ട്, എല്ലാം കൂടെ ഒന്നിച്ച് കിട്ടൂല. അപ്പോൾ നമുക്ക് എടുത്തിട്ട് കാണട്ടെ. ഇതിലൊക്കെ അത്യാവശ്യം നമ്മുടെ പുഴുക്കൾ കേട്ടോ, അതായത് കറുത്ത ബ്ലാക്ക് സോൾജർ ഫ്ലൈൻ്റെ ലാർവകൾ കേട്ടോ. ഇത് കറക്റ്റ് എടുത്തില്ലെന്നുണ്ടെങ്കിൽ അത് ഈച്ചയായിട്ട് പാറിപ്പോവും. അപ്പോൾ പഴയ വേസ്റ്റ് കൊണ്ടിട്ടിട്ട്, നമ്മുടെ ഫുഡ് വേസ്റ്റും അതേപോലെ പോത്തിന് കൊണ്ടുവരുന്ന വേസ്റ്റൊക്കെ കൊണ്ടിട്ടിട്ട് ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ ഇതിന് അത്യാവശ്യമുണ്ട് നമുക്ക് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളുടെ അമ്മയ്ക്ക് കൊടുക്കാനുള്ള സംഭവം. നമ്മൾ കോഴിക്കുട്ടികളെ വിടാട്ടോ. നമുക്ക് കോഴിക്കുട്ടികളുടെ കുഞ്ഞിക്കൂടാട്ടത് തുറന്നു കഴിഞ്ഞൊക്കെ പാട് വരുന്ന ആയിട്ടില്ലടാ പോരില്ല
ചെറിയ കുട്ടികളിപ്പോൾ ഗോതമ്പ് തിന്നാനുള്ള പ്രായമായിട്ടോ. അപ്പോൾ നമ്മുടെ തീറ്റകളൊക്കെ, അതായത് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ള തീറ്റകളൊക്കെ ഏകദേശം കുറച്ചിട്ടുണ്ട്. നമ്മൾ കൊടുക്കണം എന്താ വെച്ചാൽ നല്ല ഗോതമ്പ് കേട്ടോ. ഗോതമ്പ് കൊടുത്തു നോക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് സോൾജർ ഫ്ലൈൻ്റെ പുഴുക്കൾ കേട്ടോ കഴുകി എടുക്കുകയാണേ. ഇതൊന്ന് മാറും കേട്ടോ. നമ്മുടെ റബ്ബർ പാല് അരിക്കുകയാണ്. പുഴുക്കളോ ലാർവകളോ ഒക്കെ പറയാം കേട്ടോ. നേരെ നമുക്ക് എന്ത് ചെയ്യാം, കോഴി തള്ളക്കി കൊണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ കോഴീനെ പിടിച്ചോണ്ടോ കേട്ടോ. കോഴി നമ്മൾ തൽക്കാലം ഒരു കൂട്ടിലിട്ടേക്കാണ്. പുതിയ കോഴിക്കോട് പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പണി കഴിയാത്ത കൂട്ടിലാണ് നമ്മൾ കോഴി ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരാം ബാ. അപ്പോൾ ഏകദേശം 5ാമത്തെ ദിവസം കേട്ടോ. ഇനി ഇവർ കഴിക്കുക നോക്കട്ടോ. ബ്ലാക്ക് സോൾജർ ഫ്ലൈ ഒന്നും ഓൾക്ക് അറിയില്ല കേട്ടോ. ഓൾക്ക് എന്ത് ബ്ലാക്ക് സോൾജർ ഫ്ലൈ ഓലിപ്പോൾ അറിയാതെ കഴിച്ചൊക്കെ ഉണ്ട്. ഏതായാലും കുട്ടികൾ കഴിക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളുടെ വായേൻ്റെ അത്ര വലിപ്പമുണ്ട് ഓരോ പുഴുക്കൾ. അതേപോലെ നമ്മളെ ആ പോത്തുകൂട്ടൻ്റെ മൂക്കേർ കേട്ടോ. കുറേ പേര് കമൻറ്റ് പറഞ്ഞിരുന്നു ഇങ്ങനെ മൂക്കേർ കയറി പോകുന്നുണ്ട്, മാറ്റി കൊടുക്കുന്നുണ്ടോ. എന്നാൽ നമ്മുടെ കയ്യിൽ ഇതുവരെ കിട്ടിയ കുട്ടികളിലൊന്നും മൂക്ക് വേറെ കെട്ടിയിട്ടുള്ള കുട്ടികളുണ്ടായില്ല. അതുകൊണ്ടാണ് നമുക്കത് അറിയില്ല. നമ്മൾ എപ്പോൾ വളർത്തുമ്പോഴും മൂക്കേറില്ലാത്തവരാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കുറേ പേര് പറഞ്ഞു മൂക്കേർ മാറ്റി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏതായാലും മൂക്കേറൊക്കെ മാറ്റി കൊടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയായി. ആ ഒരാഴ്ചേൻ്റെ റിസൾട്ട് നമുക്ക് കാണാനുണ്ട് കേട്ടോ. നന്നായിട്ട് പുല്ല് കഴിക്കുന്നുണ്ട്, നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ അടുത്തോട്ട് ചെന്നാൽ പ്രശ്നമില്ല. ആ സമയത്ത് ആദ്യത്തൊക്കെ മൂക്കേർ ടൈറ്റായിരുന്ന സമയത്തൊക്കെ ആൾക്ക് ഭയങ്കര പേടിയായിരുന്നു. നമ്മൾ അടുത്തോട്ട് ചെല്ലുന്നത് പേടി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ മാറ്റം കുറേ വന്നു കേട്ടോ. അപ്പോൾ ആൾ ഏറെക്കുറെയൊക്കെ നമ്മളോട് എന്തായി അടുത്തു കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരും. മറ്റേത് നമ്മൾ അങ്ങോട്ട് ചെന്നാൽ കൂടി അവിടെ നിൽക്കില്ല. ഇപ്പോൾ കൈ കാട്ടി കഴിഞ്ഞാൽ നമ്മളടുത്തോട്ട് കൈയും കൊണ്ട് തലയും കൊണ്ട് മുഖം കൊണ്ട് വരും കേട്ടോ. അവരിതിലേക്ക് എത്തിയപ്പോൾ അപ്പോൾ മൂക്കേർ മാറ്റിക്കൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കാലം അല്ലെങ്കിൽ ചിലപ്പോൾ അത് പഴുക്കുക, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പോത്തുകൂടൻ്റെ മൂക്കേർ അയച്ച് കളഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ തിരക്കുള്ള സമയമാണ്. അപ്പോൾ വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ പോത്തുകൂടൻ്റെ മൂക്കേറൊക്കെ കഴിച്ചിട്ട് ഏകദേശം നല്ല രീതിയിൽ ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. പണ്ടത്തേക്കാ ഇപ്പോൾ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് ആൾ. അപ്പോൾ കുറേ പേര് പറഞ്ഞു കേട്ടോ മൂക്കേറിന് പ്രശ്നമുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് അറിയാത്തതുകൊണ്ടല്ലായിരുന്നു, ഒന്നും നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ മൂക്കേർ കിട്ടിയിട്ടുള്ള പോത്ത് നമ്മളിൽ വളരെ കുറവായിരുന്നു. അപ്പോൾ മൂക്കേറൊക്കെ അയച്ച് ഇപ്പോൾ ആൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ മൂക്കേർ മാറ്റിയപ്പോൾ നമ്മോട് കുറച്ചൊക്കെ ആളെന്ത് ചെയ്തു, അടുത്തു കേട്ടോ. മറ്റേതിങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ മൂക്കേറിനെ പിടിക്കാൻ ചെല്ലുന്ന വെച്ചിട്ട് ആളെന്ത് ചെയ്യും, വേഗം ഓടും. അപ്പോൾ മൂപ്പർക്കും പേടിയായിരുന്നു. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മൂക്കിനടുത്ത് ചെല്ലുമ്പോൾ വേറെ വിഷയമൊന്നുമില്ല, അല്ലാത്ത കുഴപ്പമൊന്നുമില്ല. നമ്മളെ പിടിക്കാനും നമ്മോട് അടുത്തേക്ക് വരാനൊന്നും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ആളിപ്പോൾ ഏകദേശമൊക്കെ റെഡി ആയിട്ടോ.
അപ്പോൾ നമ്മുടെ ആല ചെറുത്തിന് കാണിച്ചു തരാം കേട്ടോ. ആല നമുക്ക് ചെറിയൊരു മല്ലയിലാണ് ഉദ്ദേശിച്ചത്. പക്ഷെ പണി കഴിഞ്ഞ് പുല്ലുട്ടി കൂടി വന്നപ്പോൾ എന്തായി, നീളം കുറച്ച് കുറഞ്ഞു. ചിലപ്പോൾ ഈ ബാക്കിലൊക്കെ സൈഡിൽ കൂടെ 4 ഭാഗത്ത് കൂടി അങ്ങനെ കെട്ടി കൊടുക്കേണ്ടി മുളയൊക്കെ. അപ്പോൾ ഇനി ചാണകമൊക്കെ നമുക്ക് ഇനി പുറത്തോട്ട് പോകുമല്ലോ കേട്ടോ. ചാണകം ഇനി നമുക്ക് ഇവിടെ കറക്റ്റ് കിട്ടും. ഇതൊന്ന് വാരിയെടുത്താൽ മതി. മറ്റേത് നമ്മൾ അവിടെ പറമ്പിലും ഇവിടെയൊക്കെ കെട്ടിയിരുന്നത്. അപ്പോൾ ചാണകമൊക്കെ അതിൽ കൂടെ അങ്ങനെ പോകും, നമുക്ക് കറക്റ്റ് കിട്ടൂല. ഓക്കെ, അപ്പോൾ ആള് ഇപ്പോൾ ഒന്ന് ഉഷാറായിട്ടോ. മൂക്കേറൊക്കെ ഒന്ന് മാറ്റിയപ്പോൾ ഒന്ന് ലെവലായിട്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ താറാവുകളെയും കോഴികളും കൂടെ ഒന്ന് വിടാം കേട്ടോ. വിട്ടിട്ട് നമുക്ക് ആൾക്ക് തീറ്റ കൊടുക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ. ഓക്കെ, രാവിലെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യും, കുറച്ച് ഗോതമ്പ് കൊടുക്കും കേട്ടോ. ആദ്യ റൗണ്ട് രണ്ട് പേര് ഗോതമ്പ് കഴിക്കുക. അപ്പോൾ 2 പാത്രം കേട്ടോ. ഒന്നിൽ വെള്ളം വെച്ച് കൊടുക്കും, പിന്നെ ഇതിൽ ഫുഡ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫുഡ് കൊണ്ടുവരാം, ഇതിലുള്ള ഫുഡ് കേട്ടോ. വെള്ളം റെഡി ആക്കില്ലല്ലോ, വെള്ളം നമ്മൾ പതുക്കെ റെഡി ആക്കുമല്ലേ. വെള്ളം അമ്മയാണ് വെള്ളത്തിൻ്റെ ആള് ക്ലീൻ ആക്കിയിട്ട്. അപ്പോൾ നമ്മൾ ഫുഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓരോന്നോരോന്നായിട്ട് വന്നിട്ട് അങ്ങനെ കഴിക്കും, അല്ലെങ്കിൽ ഒന്നിച്ച് കഴിക്കും. റൗണ്ട് കഴിഞ്ഞിട്ട് പതുക്കെ നടത്തൊക്കെ നടന്ന് നമ്മുടെ വീടും ചുറ്റും പറമ്പ് ചുറ്റും മൊത്തം നടന്നിട്ട് രണ്ടാമത് വന്ന് കഴിക്കും. അങ്ങനെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ ഒരു നമ്മുടെ ആ ഒരു പാത്രം കാലിയാക്കും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അടുത്ത് വെച്ച് കൊടുക്കും. അങ്ങനെ കോഴികളും പിന്നെ വാത്തകളും എല്ലാവരും ഇവിടെ നിന്ന് കേട്ടോ. എല്ലാവർക്കും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നീട്ടി കൊടുക്കും. താറാവൊക്കെ ഇപ്പം വേണ്ട കുറച്ച് വെള്ളം അതോട് കൂടിയിട്ടുള്ള സാധനമാണ് തിന്നാൻ ഇഷ്ടം. അപ്പോൾ അവർക്ക് ആ ഒരു മൂലയ്ക്ക് എന്തെങ്കിലും കുറച്ച് വെള്ളം ഇങ്ങനെ അവിടെ ഇങ്ങനെ ഉണ്ടാവും. തീറ്റയിൽ ഡിഷിനപ്പുറത്ത് വെള്ളം ഉണ്ടാവും. ഇവിടെ മുള്ളൻ കോഴി കേട്ടോ, ആളൊക്കെ ഉഷാറായിട്ടോ. ഏറെക്കുറെയൊക്കെ ക്ലിയർ ആയി വരുന്നുണ്ട്. ഇപ്പോൾ പേടിയൊക്കെ മാറി. ഇപ്പോൾ അങ്ങോട്ട് പോയി പേടിപ്പിക്കാനുള്ള ധൈര്യമൊക്കെ തുടങ്ങി ആൾക്ക് കേട്ടോ. ഇപ്പോഴേ നമ്മുടെ വല കെട്ടിയപ്പോൾ മറ്റു ചെങ്ങന്മാരൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. നാടൻ ചെങ്ങന്മാർ അപ്പുറത്ത് കുറേ പേരുണ്ടേ. അവരൊക്കെ ഭയങ്കര വില്ലന്മാരാണ്. അവരെ കണ്ട് അവൻ ഓടും. ഇപ്പോൾ ഇത് മറച്ചുകൊണ്ട് ഇപ്പോൾ നിലവിലെ രാജാവ് ഇയാളാട്ടോ. ഇവനിപ്പോൾ അത്ര പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റേത് അവിടെ ഒരാൾ വന്നാൽ തന്നെ അവൻ പേടിച്ച് ഓടും. ഇപ്പോൾ അങ്ങനെ അവരെ പേടിക്കേണ്ട ആവശ്യമില്ല. അവനിങ്ങനെ രാജാവായിട്ട് നടക്കണം നമ്മുടെ വീട്ടിൽ.